മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുമ്പോൾ കൂടെ രണ്ടുപേരുണ്ട്. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു രസകരമായ തന്റെ അനുഭവം പറയുന്നുണ്ട്. ഞാൻ രണ്ടുപേരെയും കൂട്ടി മദീനയിലേക്ക് വന്നു. അവർ ഹബീബിനെ കാണാൻ വന്നവരാണ്. മദീനയിൽ അന്ന് ഹോട്ടലുകളില്ല, അപ്പാർട്ട്മെന്റുകളില്ല, ലോഡ്ജുകളില്ല. എവിടെ താമസിക്കും? ഞാൻ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ കൂടെ 2 കൂട്ടുകാരുണ്ട്, ഞാനടക്കം 3 പേര്. ഞങ്ങൾക്ക് തല ചായ്ക്കാൻ ഒരിടമുണ്ടോ? ഭക്ഷണത്തിന് വല്ല വകുപ്പുമുണ്ടോ? തങ്ങൾ പറഞ്ഞു, ഉണ്ട് ഉണ്ട്, നിങ്ങൾ എൻ്റെ അതിഥികളാണ്, നിങ്ങൾ എൻ്റെ കൂടെ മസ്ജിദിൽ താമസിക്കും, ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് 1-2 ആടുകളുണ്ടല്ലോ, ആ ആടിൻ്റെ പാല് കറന്ന് നമുക്ക് പാല് കുടിക്കാം, അത് നമ്മുടെ ഭക്ഷണമാണ്. ആയിക്കോട്ടെ. സന്തോഷത്തോടുകൂടെ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവും 2 കൂട്ടുകാരും ലോകത്തിൻ്റെ ഗുരുവിൻ്റെ കൂടെ പള്ളിയിൽ താമസിച്ച ദിവസങ്ങൾ. ഇത് ചരിത്രമാണ്. ഹബീബായ നബിക്ക് വീടുണ്ട്. പക്ഷേ അതിഥികൾ വന്നപ്പോ അതിഥികൾക്ക് വിഷമമാവാതിരിക്കാൻ അവരുടെ കൂടെയാണ് താമസിക്കുന്നത് മദീന പള്ളിയിൽ. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പാല് കറന്നു വെക്കും എല്ലാ ദിവസവും. മഗ്രിബിന്റെ സമയം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം ഞങ്ങൾ കഴിക്കും. അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. രാത്രി ഭക്ഷണം മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ കഴിക്കണം. നോമ്പില്ലെങ്കിൽ മഗ്രിബിന്റെ തൊട്ട് മുമ്പ് കഴിക്കുക. ഇതാണ് ഹബീബിന്റെ സുന്നത്ത്. തങ്ങളുടെ ചര്യ അതാണ്. സാന്ദർഭികമായിട്ട് പറയാൻ 10 മണിക്കൊരു നാസ്ത, 10 മണിക്കൊരു ഫുഡ്, ആ പരിപാടി ഒന്ന് ശരീരത്തിന് കേടാണ്. നമ്മുടെ വയറ് വിശ്രമിച്ചെങ്കിലേ ശരീരത്തിന് വിശ്രമിക്കാൻ പറ്റൂ. വയറിൽ നിറയെ ഭക്ഷണം ഫില്ല് ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ വയറ് വിശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ശരിയായ റെസ്റ്റ് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഡയബറ്റിക് ആവും, അതുകൊണ്ട് കൊളസ്ട്രോൾ വരും, അസുഖങ്ങൾ വരും. മിനിമം ഭക്ഷണം കഴിച്ച് നബി തങ്ങൾ പറഞ്ഞു, ലാ തനാമു അലൈഹ, ഭക്ഷണം കഴിച്ച് ഉടനെ പോയി കിടന്നിറങ്ങരുത്. ഇതൊക്കെ ഇന്ന് മെഡിക്കൽ സയൻസ് പറയുമ്പോൾ വാവ്, ഭയങ്കര സംഭവമാണ്. നമ്മുടെ ഹദീസിൽ കിടക്കുന്ന വിഷയങ്ങളാണിത്. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ അഷ, ഡിന്നർ, അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ, നമ്മുടെ നൈറ്റ് പ്രയർ, രാത്രി നിസ്കാരം. മഗ്രിബിൻ്റെയും ഇഷാഇൻ്റെയും ഇടയിൽ ഭക്ഷണം കഴിക്കുക. പിന്നെ നിങ്ങൾ കുറച്ച് സമയം ഇരുന്നോ, ഉറക്കം വരുന്നവരെ വെയിറ്റ് ചെയ്തോ, പക്ഷെ ഖനമുള്ളൊരു ഭക്ഷണം പിന്നെ കഴിക്കരുത്. ഇതാണ് ഹബീബിൻ്റെ ചര്യ. നമ്മുടെ അറബി കോളേജുകളിലും നമ്മുടെ ദർസുകളിലുമൊക്കെ മുതഅല്ലിമീങ്ങൾ അടക്കം അങ്ങനെ ശീലിച്ചു വരണം. രാത്രി ഇഷാവും കഴിഞ്ഞ് പോയി ഭക്ഷണം കഴിക്കുന്നതിന് പകരം നേരത്തെ ഒന്നുകിൽ മഗ്രിബിൻ്റെ തൊട്ട് മുമ്പ്, മഗ്രിബ് കഴിഞ്ഞ ഉടനെ ഇഷാഇൻ്റെ അല്ലെങ്കിൽ ഇഷാ കഴിഞ്ഞ തൊട്ട് ഉടനെ. ഇഷാ മഗ്രിബിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ സമയം. പിന്നെ സൗകര്യക്കുറവുകൾ അതിനനുസരിച്ച് ചെയ്യാം. പക്ഷേ നബിയുടെ ചര്യ ഇഷാ മഗ്രിബിനിടയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ തങ്ങൾക്ക് വേണ്ടി പാല് കറന്നു വെക്കും. അങ്ങനെ 4 കപ്പ്, ഒന്ന് എനിക്ക്, ഒന്ന് നബി തങ്ങൾക്ക്, ഒന്ന് എൻ്റെ 2 കൂട്ടുകാർക്ക്. അങ്ങനെ ഞങ്ങൾ 4 പേരും അവിടെ സുഖമായി ജീവിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം എൻ്റെ തലയിലേക്ക് പിശാചു കയറി. ഹബീബായ നബി തങ്ങൾ അൻസ്വാരികളിലെ ഒരു വീട്ടിലേക്ക് വിരുന്നിന് പോയതാണ്. അപ്പം ഞങ്ങൾ ഉറപ്പിച്ചു, അൻസ്വാരികളല്ലേ, വലിയ സൽക്കാരപ്രിയരാണ്, അവർ ഭക്ഷണം കൊടുക്കാതെ വിടൂല. അപ്പം നബി തങ്ങൾ എന്തായാലും ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പിശാചു വന്ന് പറയാൻ തുടങ്ങി, നബി തങ്ങളുടെ ആ ഒരു കപ്പ് പാല് അത് ഞാനങ്ങ് എടുത്ത് കുടിച്ചാലോ, നബി തങ്ങൾക്കത് വേണ്ടി വരില്ല, തങ്ങൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വരിക, സമയം വൈകിയില്ലേ, എന്തായാലും ഭക്ഷണം കൊടുക്കാതെ അവർ നബിയെ വിടൂലല്ലോ. ഇതൊക്കെ പറഞ്ഞ് അവസാനം എൻ്റെ തലയിൽ പിശാച് കയറി. നബിക്കെടുത്ത് വെച്ച പാല് ഞാനെടുത്ത് കുടിച്ചു. കുടിച്ചത് പരമാർത്ഥം എനിക്ക് ടെൻഷൻ വരാൻ തുടങ്ങി. പടച്ചോനെ, ഇനി അങ്ങാരെ നബി പട്ടിണിയായിട്ടാണ് വരുന്നതെങ്കിലോ, വേറെ ഭക്ഷണമില്ല. നബി തങ്ങളെങ്ങാനും വിശന്ന് വരികയാണെങ്കിലോ, അടുക്കളയിൽ ചെന്ന് പാലിൻ്റെ പാത്ര നബി തങ്ങൾ തുറന്നു നോക്കുമ്പോൾ ഹബീബിന് എപ്പോഴും ഞാൻ എടുത്തു വെക്കുന്ന പാല് കാണാതെ വരുമ്പോൾ ഹബീബിനോട് ദേഷ്യപ്പെട്ട് എന്നെ ശകാരിക്കുകയോ എനിക്കെതിരെ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ എന്റെ ദുന്യാവും എന്റെ ആഖിറവും എനിക്ക് നഷ്ടമാകുമല്ലോ. പേടിച്ചുപോയി മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. കുറേ നേരമായി ഹബീബ് വരുന്നില്ല. ഞാൻ പോയി കിടന്നു. ഒരു ചെറിയ പുതപ്പാണ്, തങ്ങൾ വരാനായിട്ടുണ്ട് ഏകദേശം. ഞാൻ എൻ്റെ കാല് പുറത്തായി, തല ഞാൻ മറച്ചു പിടിച്ച് ഉറങ്ങിയതുപോലെ കിടന്നു.
ഞങ്ങളുടെ ഗുരു, ലോകത്തിൻ്റെ നായകൻ, അള്ളാഹുവിൻ്റെ തിരുസന്നിധാനം കണ്ട് തിരിച്ചു വന്ന മിഅ്റാജ് ഇസ്രാഇൻ്റെ അധിപൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കടന്നു വരികയാണ്. ഭക്ഷണം എടുത്തു വെക്കുന്ന സ്ഥലത്തേക്ക് നബി തങ്ങൾ പോകുന്നു. തങ്ങളൊരു സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ലാ യൂഖിദുൻ നായിം വയുസ്മിഉൽ യഖ്ളാൻ. അത് ഉറങ്ങാതിരിക്കുന്ന ഒരാൾക്ക് കേൾക്കാനും പറ്റും, ഉറങ്ങുന്ന ഒരാളുടെ ഉറക്കത്തെ ബുദ്ധിമുട്ടാവുകയില്ല. അങ്ങനത്തെ ഒരു ശബ്ദത്തിൽ നബി തങ്ങൾ സലാം പറഞ്ഞു. ഞാനത് കേട്ടു, മെല്ലെ സലാം അടക്കി. ഞാൻ ഉറങ്ങുകയാണെന്നാണ് നബി തങ്ങൾ വിചാരിച്ചത്. ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കെങ്ങനെ ഉറക്കം വരാനാ? ഞാൻ പേടിക്കുകയാണ്. തങ്ങൾ ഭക്ഷണം വെച്ചിടത്തേക്ക് നടന്നു പോകുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇപ്പോൾ എനിക്കെതിരെ ദുആ ചെയ്യും. ഇപ്പോ മിഖ്ദാദിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാകും. മിഖ്ദാദ് നഷ്ടപ്പെടും. ഇതാ ഹബീബ് ദുആ ഇറക്കാൻ പോവുകയായിരിക്കും. ഇപ്പോ പാലിന്റെ പാത്രത്തിന്റെ അടപ്പ് നബി തങ്ങൾ തുറന്നു നോക്കുന്ന ശബ്ദം പോലും ഞാൻ കേട്ടു. അതിൽ പാലില്ല. തങ്ങളാണെങ്കിലോ ഭക്ഷണം കഴിക്കാതെയാണ് തിരിച്ചു വന്നിട്ടുള്ളത്. തങ്ങൾക്ക് വിശക്കുന്നുണ്ടാകാം. അല്ലാഹുവിൻ്റെ ഹബീബ് എനിക്കെതിരെ ദുആ ഇറക്കുമോ എന്ന് ഞാൻ പേടിച്ചു നിൽക്കുമ്പോൾ അടുക്കളയിൽ നിന്നൊരു പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. അല്ലാഹുവേ, എനിക്ക് ഭക്ഷണം നൽകുന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണമേ. എനിക്ക് കുടിക്കാൻ തരുന്നവർക്ക് നീ സ്വർഗത്തിൽ നിന്ന് കുടിപ്പിക്കണമേ. ഭക്ഷണം കഴിച്ചാൽ ഉസ്താദുമാർ ദുആ ചെയ്തു കൊടുക്കും. ഒജീനിച്ചാലുള്ള ദുആ എന്ന പഴയ കിതാബിലൊക്കെ എഴുതി വെക്കുക. ഭക്ഷണം കഴിച്ചാലുള്ള ദുആ എന്നതിനർത്ഥം അല്ലാഹുമ്മ അത്ഇം മൻ അത്അമന വസ്ഖി മൻ സഖാന. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് നീ കൊടുക്കണമേ. ഞങ്ങൾക്ക് കുടിക്കാൻ തന്നവർക്ക് സ്വർഗത്തിൽ നിന്ന് നീ കൊടുക്കണമേ പാനീയം എന്നാണ് ഇതിനർത്ഥം. ഈ പ്രാർത്ഥന കേട്ടപ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഓട്ടം പള്ളിയുടെ പുറത്തേക്ക്. കത്തിയും എടുത്തിട്ടാണ് ഓടുന്നത്. ആ രാത്രിയിൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എനിക്ക് കിട്ടണം. നബിക്ക് ഭക്ഷണം കൊടുക്കണം. അതൊരാടിനെ അറുത്ത് വേവിച്ചിട്ടാണെങ്കിലും ഈ രാത്രിയിൽ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്. തങ്ങൾ ചോദിച്ചു, മിഖ്ദാദ്, നിങ്ങൾ ഉറങ്ങിയില്ലേ? നബിയെ, ഞാൻ പറയാം നബിയെ, ഞാൻ കഥ പറയാൻ. ഒന്ന് വെയിറ്റ് ചെയ്യ് നബിയെ, ഞാൻ ഇപ്പൊ വരാം. മിഖ്ദാദ് തങ്ങൾ പറയുന്നു, ആടിൻ്റെ അകിടിൽ പാലുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അന്ന് വൈകുന്നേരം ഞാൻ കറന്നു വെച്ചതാണ്. പക്ഷേ അത്ഭുതം, എനിക്ക് ആടിനെ അറുക്കേണ്ടി വന്നില്ല. അതിൻ്റെ അകിടിൽ പാലുണ്ട്. ഞാനൊരു വലിയ പാത്രം തന്നെ കൊണ്ടുവന്നു. അതിലേക്ക് പാല് കറക്കാൻ തുടങ്ങി. ഹത്താ അലച്ചുഹു റഗ്വ. പാല് നുരയായി പൊങ്ങി വന്നു. നിറയെ പാല്. ഞാൻ ഓടിച്ചെന്നു ഹബീബിന്റെ മുമ്പിലേക്ക്. ഇശ്റബി യാ റസൂലല്ലാഹ്, കുടിക്കിൻ നബിയെ, കുടിക്കിൻ. തങ്ങൾ പറഞ്ഞു, എന്താണ് മിഖ്ദാദേ ഇത്? നബിയെ, റിസ്ഖുൻ സാഖഹുല്ലാഹ്, അല്ലാഹു തന്ന ഭക്ഷണമാണ്. കുടിക്കിൻ നബിയെ, കുടിക്കിൻ. ഞങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ, നിന്റെ രണ്ട് കൂട്ടുകാർ, അവരെ വിളിക്കിൻ, അവർക്കും കൊടുത്തൂടെ? വേണ്ട നബിയെ, വേണ്ട. ഈ പ്രാർത്ഥനയുടെ ഉത്തരം എനിക്ക് മാത്രം സ്വന്തമാക്കണം നബിയെ. അങ്ങ് കുടിച്ചോളൂ, അവർ കുടിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഇത് പറഞ്ഞുകൊണ്ട് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അരമുണ്ട് ധരിച്ച ഒരു ചെറിയ വസ്ത്രമുണ്ട്. ആ വസ്ത്രവും ഇട്ട് നിലത്ത് ഉരുണ്ട് 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 ചിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, മിഖ്ദാദേ, ഈ ഉരുണ്ട് മറിയുമ്പോ നിങ്ങളുടെ ഔറത്ത് കണ്ടുപോകും. മിഖ്ദാദേ, എന്താണ് ഈ ഉരുണ്ട് മറിച്ചില്? എന്തേ നിങ്ങൾക്ക് പറ്റിയത്? കഥ പറഞ്ഞു കൊടുത്തു. നബിയേ, അങ്ങയുടെ പാല് കുടിച്ച വില്ലൻ ഞാനാണ് നബിയേ. എനിക്കപ്പോ അങ്ങ് തോന്നിപ്പോയതാണ്. അങ്ങ് ഭക്ഷണം കഴിച്ച് വരുമെന്ന് ഞാൻ വിചാരിച്ചു നബിയേ. അങ്ങ് എനിക്കെതിരെ ദുആ ഇറക്കുമോ എന്ന് പേടിച്ചു നിൽക്കുമ്പോഴാണ് അങ്ങ് എനിക്ക് അനുകൂലമായി എനിക്കൊരു പ്രാർത്ഥനയായി എനിക്ക് ലഭിക്കുന്നത്. അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മൻ സഖാനി. എനിക്ക് കുടിക്കാൻ തരുന്നവർക്ക്, എനിക്ക് ഭക്ഷണം നൽകുന്നവർക്ക് സ്വർഗത്തിലേത് കൊടുക്കണേ എന്ന് പറഞ്ഞല്ലോ നബിയെ. ആ കൂലി എനിക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. അകിടുകളിൽ പാലുണ്ടാവാൻ സാധ്യതയില്ലാതിരുന്ന ഈ നേരത്ത് ഹബീബായ നബിയെ, അങ്ങേക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം പോലെ അകിടിൽ പാലുണ്ടായിരുന്നു. ആ മഹാത്ഭുതമാണ് അങ്ങ് ഈ കാണുന്നത്. മഹാനായ നബി തങ്ങൾ മിഖ്ദാദ് എന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മിഖ്ദാദേ, ഇശ്റബ്, നിങ്ങളും കുടിച്ചോളൂ, നിങ്ങളുടെ കൂട്ടുകാർക്കും കൊടുത്തോളൂ. മിഖ്ദാദ്, അതായിരുന്നു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആർക്കെതിരെയും നബിതങ്ങൾ ശാപവാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. ആരെയും ഹബീബായ നബിതങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.